ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഫാസ്റ്റ് കുക്ക് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് നമ്മുടെ കൂണ് കൊണ്ടുള്ള നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഫുള്ളായിട്ടും കാണുക. അതുപോലെ തന്നെ ഈ റെസിപ്പി ഒന്ന് പരീക്ഷിച്ച് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി വരും. അതും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പം ഞാനിത് ഉണ്ടാക്കാനായിട്ട് ഇതുപോലൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1/4 ടീസ്പൂണോളം പെരിഞ്ജീരകം കൂടി ഇട്ട് കൊടുക്കാം. പെരിഞ്ജീരകം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അത് നല്ലപോലെ ഒന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. അപ്പോൾ പെരിഞ്ജീരകം നല്ലപോലെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ വലിയ 4 ഉള്ളി എടുത്തിട്ടുണ്ട്. ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഉള്ളി മുഴുവൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. നമുക്കിത് വാടി കിട്ടുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പം നമ്മുടെ ഉള്ളി ഏകദേശം വാടി വന്നിട്ടുണ്ട്. ഇതിൻ്റെ നിറമൊക്കെ മാറി നല്ലപോലെ വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ അത്യാവശ്യം വലുപ്പമുള്ള 5 പച്ചമുളക് എടുത്ത് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 3 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ആ പച്ചമുളകിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഏകദേശം ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ 2 വലിയ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണ് ഇഞ്ചി പേസ്റ്റ്, 1 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. കണ്ടില്ല, നല്ലപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ തക്കാളി നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം. ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് ചേർക്കാനുള്ളത് ക്യാപ്സിക്കാണ്. അപ്പോൾ ഞാൻ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഭാഗം എടുത്ത് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതും കൂടി നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതും കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ചെറുതായി ഒന്ന് വാടുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. നമ്മുടെ ക്യാപ്സിക്കം ഒന്ന് ചെറുതായി ഒന്ന് വാടി കിട്ടിയാൽ മതി. ഇപ്പം നമ്മുടെ ക്യാപ്സിക്കം ചെറുതായി വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പം ഞാനിത് അത്യാവശ്യം നല്ല എരിവോട് കൂടി തന്നെ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി കൂടിയാണ്. അപ്പം നിങ്ങൾക്ക് എരിവ്
അധികം വേണ്ടാന്നുണ്ടെങ്കിൽ ഇതിന്ന് കുരുമുളക് പൊടി നിങ്ങൾക്ക് കുറച്ച് ഇട്ട് കൊടുത്താൽ മതിയാവും. അതുപോലെ തന്നെ ഞാനിപ്പോൾ നമ്മുടെ മുളക് പൊടി 1/4 ടീസ്പൂണോളം മുളക് പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എരിവ് കൂടുതൽ വേണ്ടാന്നുള്ളവർക്ക് മുളക് പൊടി ഒഴിവാക്കാം. അതുപോലെ തന്നെ കുരുമുളക് പൊടി 1/4 ടീസ്പൂണോളം ഇട്ട് കൊടുത്താൽ മതിയാവും. അപ്പം ഞാൻ അത്യാവശ്യം എരിവോട് കൂടി തന്നെയാണ് ഉണ്ടാക്കുന്നുള്ളത്. അതുപോലെ തന്നെ ഇപ്പം ഞാൻ നമ്മുടെ ചെറിയ ഉള്ളി 100 ഗ്രാമോളം ചെറിയ ഉള്ളി കൂടി എടുത്തിട്ടുണ്ട്. ഉള്ളി കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി കട്ട് ചെയ്തതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ഗരം മസാല 1/4 ടീസ്പൂണോളം ഗരം മസാല പൗഡറും കൂടി ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇനി നമുക്കിതിൽ ചേർക്കാനുള്ളത് നമ്മുടെ കൂണ്. അപ്പം ഞാൻ കൂണ് 600 ഗ്രാം കൂണ് എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതും കൂടി നമുക്കിതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല. കൂണിന്ന് തന്നെ നമുക്കിതിൽ വെള്ളം ഇറങ്ങിക്കിട്ടും. അപ്പം നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഞാൻ നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ കൂണിന് നല്ല വേവുണ്ട്. അപ്പം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പം നമ്മുടെ കൂണ് വെന്തിട്ടില്ല. നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തില്ലെങ്കിൽ കൂണ് അടിക്ക് പിടിച്ച് പോകും. അപ്പം ഞാൻ ഇതിൽ വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ നമ്മുടെ കൂണിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. നല്ല പോലെ ലൂസായിട്ടുണ്ട്. ഇതേ വെള്ളത്തിൽ തന്നെ നമ്മുടെ കൂണ് വെന്ത് കിട്ടണം. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ കൂണ് ഏകദേശം നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ വറ്റി നല്ല പോലെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ചേർക്കാനുള്ളത് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ പൗഡറും അതിൽ 1/4 കപ്പോളം വെള്ളം കൂടി ചേർത്ത് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ മിക്സ് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് തികച്ചും ഓപ്ഷണലാണ്. വേണമെന്നുള്ളവർ ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പം ഞാൻ നല്ലൊരു ഗ്രേവി രൂപത്തിൽ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പം നമ്മുടെ കറി ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് നമ്മുടെ മല്ലിയിലയും അതുപോലെ തന്നെ പെരിഞ്ജീരകം വറുത്ത് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. പെരിഞ്ജീരകം 1/4 ടീസ്പൂണ് ചേർത്ത് കൊടുക്കാം. വറുത്ത് പൊടിച്ച പെരിഞ്ജീരകം, അതുപോലെ തന്നെ മല്ലിയില, ഇത് രണ്ടും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം 2 സെക്കൻഡ് വരെ ഇത് മൂടി വെച്ച് 2 സെക്കൻഡ് വരെ മീഡിയം ഫ്ലെയിമിലിട്ട് വേവിക്കുക. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്കൊരു സെർവിങ് പാത്രത്തിലോട്ട് മാറ്റാം. അപ്പം ഞാനിതൊരു സെർവിങ് പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോയുമായി വരുന്നത് വരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.